ഹായ് ഓൾ. അപ്പോൾ ലേണിനോൻ്റെ പുതിയ LDCയുടെ കലാകായിക സാഹിത്യ സംസ്കാരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മൾ 10 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കലാകായിക സാഹിത്യ സംസ്കാരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ബാക്കി സെക്ഷൻസാണ് ഇനി വരുന്നത്. അതിലത്തെ ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ് എന്നതാണ്. അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ചെണ്ട, ഓപ്ഷൻ ബി തബല, ഓപ്ഷൻ സി മദ്ദളം, ഓപ്ഷൻ ഡി ഇടയ്ക്ക. ഇതിലേതാണ് റൈറ്റ് ആയിട്ട് ആൻസർ വരുന്നത്? അപ്പോൾ അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അപ്പോൾ അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള ചെണ്ടയാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്നത്. അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ്? ചെണ്ടയാണ് അസുരവാദ്യമായിട്ട് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചെണ്ടേനെ അസുരവാദ്യം എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ മൂലമാണ് അസുരവാദ്യത്തെ ചെണ്ടേനെ അസുരവാദ്യം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ വാദ്യകലകളായിട്ടുള്ള ചെണ്ടമേളം, തായമ്പക, കേളി, കഥകളി ഇതിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? ചെണ്ട എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഭാഗത്തും, അതേപോലെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലും കർണാടകയിലെ തുളുനാടൻ ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ചെണ്ട നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ്? ചെണ്ടയാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പെരുവനം കുട്ടൻ മാരാർ, ഈ 2 പേരുകളും ശ്രദ്ധിച്ചോളാം. ഏതൊക്കെയാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പിന്നെ പെരുവനം കുട്ടൻ മാരാർ എന്നിവർ ഏത് വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ. ആരൊക്കെയാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പെരുവനം കുട്ടൻ മാരാരും ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരന്മാരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മദ്ദളം, ഓപ്ഷൻ ബി തബല, ഓപ്ഷൻ സി ഇടയ്ക്ക, ഓപ്ഷൻ ഡി ചെണ്ട. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരെ? അപ്പോൾ കുട്ടന്മാരാരും അതേപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും ഏത് വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചെണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരന്മാരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പെരുവനം കുട്ടന്മാരാരും. അപ്പോൾ അതെന്തായാലും ഓർത്ത് വയ്ക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പറയുന്നത് തായമ്പകയിലൂടെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പറയുന്നത്. അതേപോലെ അതിന് പുറമെ ചെണ്ടമേളത്തിനും പഞ്ചവാദ്യത്തിനും ഒക്കെ പ്രമാണിയായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ആരെന്ന് പറയുന്നത്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് ഇദ്ദേഹത്തെ 2009 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിലെ 8 വർഷം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പ്രമാണിയും കൂടി ആയിരുന്നു ആരെന്ന് പറയുന്നത്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുട്ടന്മാരാർ, പെരുവനം കുട്ടന്മാരാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം അടക്കമുള്ള കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള പല ഉത്സവങ്ങളിലും മേളപ്രമാണി ആരായിരുന്നു? കുട്ടന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ഇപ്പോഴും പല ഉത്സവങ്ങളുടെയൊക്കെ മേളപ്രമാണി ആരാണ്? കുട്ടന്മാരാറാണ്. ഇദ്ദേഹത്തെ പത്മശ്രീ നൽകിയിട്ട് 2011 ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പെരുവനം കുട്ടന്മാരാരും ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ചെണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരന്മാരാണ് ഇവർ 2 പേരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലാ റഖ, സക്കീർ ഹുസൈൻ എന്നിവർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരന്മാരാണ്? എന്താണ് ക്വസ്റ്റ്യൻ.
ആരൊക്കെയാണ്? അള്ളാറഖ, സക്കീർ ഹുസൈൻ എന്നിവർ ഏത് വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ വയലിൻ, ഓപ്ഷൻ ബി മാഡുലിൻ, ഓപ്ഷൻ സി ചെണ്ട, ഓപ്ഷൻ ഡി തബല. ഏതുമായിട്ടാണ് ആരൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അള്ളാറഖ, സക്കീർ ഹുസൈൻ എന്നിവർ രണ്ടുപേരും ഏത് ഏത് വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? വയലിനാണോ, മാഡ്ലുലിനാണോ, ചെണ്ടയാണോ, തബലയാണോ? ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? അപ്പോൾ അള്ളാറഖ, സക്കീർ ഹുസൈൻ എന്നിവർ ബന്ധപ്പെട്ട് കിടക്കുന്ന വാദ്യോപകരണം, ഇവർ പ്രശസ്തരായിട്ടുള്ള വാദ്യോപകരണം ഏതാണ്? തബലയിലാണ് ഇവർ പ്രശസ്തരായിരിക്കുന്നത്. അപ്പോൾ തബലയിൽ കൂടി പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ആരൊക്കെ? അള്ളാറഖ, സക്കീർ ഹുസൈൻ. ഈ രണ്ട് പേരുകളും ഓർത്തു വെച്ചോളൂ, കാരണം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് കാരണം കൊണ്ടാണ് ഇത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ തബല എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? തബല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ശാസ്ത്രീയ സംഗീതമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? തബല എന്ന് പറയുന്നത്. അതായത് തബലയ്ക്ക് ആ പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീപ്പ അഥവാ ഡ്രം എന്നർത്ഥം വരുന്ന ഒരു അറബി വാക്കാണ് തബല എന്നതിന് ഉറവിടമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അള്ളാറഖ, സക്കീർ ഹുസൈൻ എന്നിവർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്? തബലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞനായിട്ടുള്ള അള്ളാറഖയുടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് കേട്ടോ അള്ളാറഖ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മകനാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. സക്കീർ ഹുസൈന് 1988 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പത്മശ്രീ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1987 സക്കീർ പുറത്തു വിട്ടിട്ടുള്ള ഒരു സോളോ ആൽബം വ്യാപകമായിട്ട് ഭയങ്കരമായിട്ട് പോപ്പുലറായി. അങ്ങനെയാണ് അദ്ദേഹം കൂടുതലും ഫേമസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് അള്ളാറഖ, സക്കീർ ഹുസൈൻ എന്നിവർ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് തബലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ആ പേരും അത് ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ, യു ശ്രീനിവാസൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ്? പേര് ശ്രദ്ധിച്ചോളാം. ആരാണ്? യു ശ്രീനിവാസൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ്? ഓപ്ഷൻ എ മാൻഡുലിൻ, ഓപ്ഷൻ ബി തബല, ഓപ്ഷൻ സി വയലിൻ, ഓപ്ഷൻ ഡി ചെണ്ട. ഇതിലേതാണ് റൈറ്റ് ആൻസർ? ആരാണ്? പേര് ശ്രദ്ധിച്ചോളൂ. യു ശ്രീനിവാസൻ. യു ശ്രീനിവാസൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മാഡ്ലുനാണോ, തബലയാണോ, വയലിനാണോ, ചെണ്ടയുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പോൾ യു ശ്രീനിവാസൻ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ്? മാൻഡലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് യു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. യു ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഉപ്പളപ്പു എന്നാണ് മീൻസ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പളപ്പു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കർണാടക ശാസ്ത്രീയ സംഗീതത്തിലൊരു ഇന്ത്യൻ മാൻഡലിൻ വാദകനും അതേപോലെ തന്നെ സംഗീത സംവിധായകനുമാണ് ആരെന്ന് പറയുന്നത്? യു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1998 ഇദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെൻറ് പത്മശ്രീ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് യു ശ്രീനിവാസൻ എന്ന് പറയുന്നത് മാൻഡലിൻ മായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് എന്നതാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാൽഗുണ്ടി ജയരാമൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. ഇതിൽ ഓരോ ഈ സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെ വ്യക്തികൾ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ലാൽഗുണ്ടി ജയരാമൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് എന്നതാണ്. ഓപ്ഷൻ എ വയലിൻ, ഓപ്ഷൻ ബി തബല, ഓപ്ഷൻ സി ചെണ്ട, ഓപ്ഷൻ ഡി മാൻഡലിൻ. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ലാൽഗുണ്ടി ജയരാമൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്? ഓർത്ത് വയ്ക്കുക, ലാൽഗുണ്ടി ജയരാമൻ ബന്ധപ്പെട്ട് കിടക്കുന്ന വാദ്യോപകരണം ഏതാണ്? വയലിനാണ് ലാൽഗുണ്ടി ജയരാമൻ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വാദ്യോപകരണം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് കർണാടക സംഗീത
കാരനും അതേപോലെ തന്നെ വയലിനിസ്റ്റുമായിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലാൽ ഘുണ്ടി ജയരാമൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 2001 പത്മഭൂഷൺ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വയലിൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ വയലിനെ കുറിച്ചിട്ട് ചെയ്തതാണ്. എന്നാലും നമുക്കൊന്നും കൂടി പറയാം. വയലിൻ എന്ന് പറയുന്നത് തടിയും തന്ത്രിയും ഉപയോഗിച്ച് വായിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് വയലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയലിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? ലാൽ ഘുണ്ടി ജയരാമനാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമി ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1959, ഓപ്ഷൻ ബി 1958, ഓപ്ഷൻ സി 1957, ഓപ്ഷൻ ഡി 1960. എന്നാണ് കേരള സംഗീത നാടക അക്കാദമി ആരംഭിച്ചിട്ടുള്ളത്? 1959-ലാണോ, 58-ലാണോ, 57-ലാണോ, 60-ലാണോ? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1958-ലാണ് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി ആരംഭിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിലെ നൃത്തരൂപങ്ങൾ, നാടകകലകൾ, സംഗീതരംഗം എന്നിവയുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി തുടങ്ങിയിട്ടുള്ളത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1958-ലാന്ന് പറഞ്ഞു. ഏത് മാസവും ഏത് ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏപ്രിൽ 26-നായിരുന്നു എന്തുണ്ടായിരുന്നു, ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ആരെ ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ തന്നെ സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ് കേരള സംഗീത നാടക അക്കാദമി വന്നത്, അതേപോലെ തന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്തത്. ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏത് സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1958-ലാണ് കേരള സംഗീത നാടക അക്കാദമി ആരംഭിക്കുന്നത്, ഏപ്രിൽ 26-ന്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ തളിര്, ഓപ്ഷൻ ബി വിഖ്യാന കൈരളി, ഓപ്ഷൻ സി കേളി, ഓപ്ഷൻ ഡി കൈരളി. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? തളിരാണോ, വിഖ്യാന കൈരളിയാണോ, കേളിയാണോ, കൈരളിയാണോ? ഏതാണെന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതേപോലെ തന്നെ ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ നമ്മൾ മുഖമാസികകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും അതേപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ മുഖമാസികയെക്കുറിച്ച് നമ്മൾ പറയും. അത് ശ്രദ്ധിച്ച് ഓർത്ത് വയ്ക്കുക, തിരിഞ്ഞു പോകരുത്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? കേളിയാണ് ഇതിൻ്റെ മുഖമാസിക, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക. അതേപോലെ കേളി ആരംഭിക്കുന്നത് 1963-ലാണ് കേളി പ്രസിദ്ധീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കേളിയിൽ വരുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം, നൃത്തം, നാടകം, നാടോടി കലകൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെയാണ് ഇതിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖമാസിക ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ തളിർ, ഓപ്ഷൻ ബി വിഖ്യാന കൈരളി, ഓപ്ഷൻ സി കേളി, ഓപ്ഷൻ ഡി കൈരളി. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ?
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖമാസിക ഏതാണ് എന്നതായിരുന്നു. ഏതാണ്? തളിരാണോ, വിജ്ഞാന കൈരളിയാണോ, കേളിയാണോ, കൈരളിയാണോ? ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ആൻസർ ഏതാണ്? വിജ്ഞാന കൈരളിയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്തെന്ന് പറയുന്നത്, മാസിക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വിജ്ഞാന കൈരളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ജേണലാണ് എന്തെന്ന് പറയും, വിജ്ഞാന കൈരളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന കണ്ടൻറ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക അല്ലെങ്കിൽ ശാസ്ത്രത്തിലൊക്കെ പ്രകൃതി ശാസ്ത്രത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വിജ്ഞാന കൈരളിയിൽ പറയുന്നത്. അതേപോലെ തന്നെ മലയാള ഭാഷയിൽ മികച്ച ഗവേഷണ പ്രബന്ധങ്ങളും ലേഖനങ്ങളും ഒക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എന്തിൽ പറയുന്നത്, ഇവിടെ വിജ്ഞാന കൈരളിയിൽ പറയുന്നത്. പിന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയുടെ വികസനത്തിനും അതിനെക്കുറിച്ചുള്ള വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കേരള സർക്കാർ 1968 സെപ്റ്റംബർ 16 ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഏത് എന്ന് പറയുന്നത്, വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നളന്തയിലാണ് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ മുഖ്യ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രാദേശിക കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പരിഭാഷ സെമിനാറുകളിലും കോശ നിർമ്മാണവും നിഘണ്ടുക്കളുടെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസിക ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതാണ്? വിജ്ഞാന കൈരളിയാണ് നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്നാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 സെപ്റ്റംബർ 16 അത് ആരംഭിച്ചിട്ടുള്ളത് എന്നതാണ്. അത് രണ്ടും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമുക്ക് ചിലപ്പോൾ ഏത് ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ തളിര്, ഓപ്ഷൻ ബി വിജ്ഞാന കൈരളി, ഓപ്ഷൻ സി കേളി, ഓപ്ഷൻ ഡി കൈരളി. അപ്പം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണം തളിരാണോ, വിജ്ഞാന കൈരളിയാണോ, കേളിയാണോ, കൈരളിയാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണം ഏതാണ്? തളിരാണ്. അപ്പോൾ നമ്മൾ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏതായിരുന്നു? കേളിയായിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതായിരുന്നു? വിജ്ഞാന കൈരളിയായിരുന്നു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതാണ്? തളിരാണ് വരുന്നത്. അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആദ്യം പറയാം. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ, അപ്പോൾ നമ്മൾ തളിരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസീനാണ് എന്തെന്ന് പറയുന്നത്, തളിര് എന്ന് പറയുന്നത്. ഇത് കേരള സംസ്ഥാനത്ത് ജവഹർലാൽ ബാലഭവനിലായിരുന്നു ആദ്യകാലത്ത് തളിര് മാഗസീൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ 1995 മുതൽ മാസിക കേരള സംസ്ഥാന സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 10 വയസ്സ് തൊട്ടിട്ട് 18 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ നമ്മുടെ കേരള സർക്കാർ ആദ്യമായിട്ട് കുട്ടികൾക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏക മാഗസിൻ ഏതാണ്? ഈ നമ്മുടെ തളിർ മാഗസീനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഏക മാഗസിൻ എന്ന് പറയുന്നത് ഏതാണ്? തളിര് മാത്രമാണ്.
അപ്പോൾ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ സാമൂഹിക വകുപ്പിന് കീഴിൽ 1981 തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. മലയാള ഭാഷയിൽ കുട്ടികൾക്കായുള്ള ആനുകാലികങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുക. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടാണ്. 1981 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. അതിൻ്റെ ചെയർമാനായിട്ട് വരിക ആ സമയത്ത് ആരാണ് സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അദ്ദേഹമായിരിക്കും അതിൻ്റെ ചെയർമാനായിട്ടുണ്ടാവുക. പിന്നെ തളിര് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാഗസീനാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാഗസീനാണ് ഏതെന്ന് പറയുന്നത് തളിര് എന്ന് പറയുന്നത്. അതും ഓർത്ത് വയ്ക്കുക കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ് എന്നതാണ്. ഓപ്ഷൻ എ മങ്കുത്തമ്പുരാൻ, ഓപ്ഷൻ ബി ഡോക്ടർ ലീല ഓംചേരി, ഓപ്ഷൻ സി അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ, ഓപ്ഷൻ ഡി ശാന്ത പി നായരാണ്. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷ ആരാണ് എന്നതാണ്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? മങ്കുത്തമ്പുരാനാണ്, ഡോക്ടർ ലീല ഓംചേരിയാണോ, അതേപോലെ അനന്തലക്ഷ്മി വെങ്കിട്ടരാമനാണോ, അതോ ശാന്ത പി നായരാണോ? അപ്പോൾ റൈറ്റിലായിട്ടുള്ള ആൻസർ ഏതാണ്? മങ്കുത്തമ്പുരാനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ മീൻസ് ആൻസറിൽ നമുക്ക് നല്ല രീതിയിൽ ഡൗട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, മങ്കുത്തമ്പുരാനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാം എന്തായിരുന്നു, പ്രശസ്ത സംഗീതജ്ഞയും കൂടിയായിരുന്നു അദ്ദേഹം, മങ്കുത്തമ്പുരാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സംഗീതജ്ഞ എന്ന് പറഞ്ഞു. 1972 സംസ്ഥാന സർക്കാരിൻ്റെ ഫെലോഷിപ്പും കാര്യങ്ങളുള്ള ബഹുമതിയും കാര്യങ്ങളൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മങ്കുത്തമ്പുരാന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1939 മദിരാശി റേഡിയോ നിലയത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ആദ്യമായി തത്സമയ സംഗീത കച്ചേരി നടത്തിയ വ്യക്തി എന്ന പേരിലും അറിയപ്പെടുന്നത് ആരാണ്? മങ്കുത്തമ്പുരാനാണ്. അപ്പോൾ മദിരാശി റേഡിയോ നിലയത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു തത്സമമായിട്ടുള്ളൊരു ലൈവ് സംഗീത കച്ചേരി നടത്തിയത് ആരാണ്? മങ്കുത്തമ്പുരാനാണ്. അതൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫസ്റ്റ് അധ്യക്ഷ ആരായിരുന്നു എന്നതാണ്. ആരാണ്? മങ്കുത്തമ്പുരാനാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ, എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലേണിനോൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? നമ്മൾ പാർട്ട് 11th ഭാഗമാണ് കലാകായിക സാഹിത്യ സംസ്കാരത്തിന് 11th അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്തൊക്കെയാണ്? അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ഏത് ഉപകരണമാണ്? ചെണ്ടയാണ്. ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതേപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പെരുവനം കുട്ടന്മാരെയും മട്ടന്നൂർ ശങ്കരൻകുട്ടീനൊന്നും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്? ചെണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ അള്ളാ റഹാം, സക്കീർ ഹുസൈൻ ഈ രണ്ടുപേരും ഏത് ഉപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? തബലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതേപോലെ തന്നെ യു ശ്രീനിവാസൻ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? മാൻഡുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? യു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. പിന്നെ ലാൽഗുണ്ടി ജയരാമനും ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്? അദ്ദേഹവും വയലിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇപ്പോൾ
കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. എക്സാമിനാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓരോ പേരും ആൾക്കാർ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, കേരള സംഗീത നാടക അക്കാദമി എന്നാണ് നിലവിൽ വന്നത്? 1958 നിലവിൽ വന്നിട്ടുള്ളത്. എവിടെയാണ് ആസ്ഥാനം വരുന്നത്? തൃശ്ശൂരാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖമാസിക ഏതാണ്? വിജ്ഞാന കൈരളിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖമാസിക എന്ന് പറയുന്നത്. പിന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതാണ്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതാണ്? തളിരാണ് അതിൻ്റെ മുഖമാസിക എന്ന് പറയുന്നത്. അപ്പം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? കേളിയാണ്. അതേപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതാണ്? വിജ്ഞാന കൈരളിയായിരുന്നു. പിന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതാണ്? തളിര്. ഇതും ഓർത്ത് വയ്ക്കുക. ഇതും നമുക്ക് എന്ത് ചെയ്യണതാണ്, കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പറഞ്ഞു? മങ്കുത്തമ്പുരാനാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ അധ്യക്ഷ എന്ന് കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നില്ല മങ്കുത്തമ്പുരാനാണെന്നുള്ള കാര്യം, നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ആണിൻ്റെ പേര് പോലെയാണ് തോന്നുന്നത്. പക്ഷേ അത് അധ്യക്ഷയായിരുന്നു. അപ്പം സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു? മങ്കുത്തമ്പുരാനാണ്. അതും എന്തായാലും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയും കൂടി ഡിസ്കസ് ചെയ്യാം. അതുവരെ എന്താണ്, താങ്ക് യു.